വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചെമ്പഴന്തി ഉദയൻ. അജണ്ട നമ്പർ 2 വാർഡ് കമ്മിറ്റികൾക്ക് അംഗീകാരം കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടായിരുന്നു. അജണ്ട നമ്പർ 2 വാർഡ് കമ്മിറ്റികൾക്ക് അംഗീകാരം കൊടുക്കാനുള്ള അജണ്ട പാസ്സായിരിക്കുകയാണ്. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ട നേരത്തെ അവതരിപ്പിച്ചു പാസ്സായിരിക്കുകയാണ്. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നമ്പറുകൾ വായിച്ച് ഒഴിവാക്കിയ അജണ്ടകൾ ഒഴികെ ബാക്കി എല്ലാ അജണ്ടകളും പാസ്സായിരിക്കുകയാണ്. അവധി അനുവദിച്ചുള്ള തീരുമാനം അത് കൗൺസിൽ യോഗത്തിലെ BJP അംഗസംഖ്യയും സ്വതന്ത്രത്തിന്റെ പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ടാണ് 6 മാസത്തേക്കുള്ള അവധി പാസ്സാക്കിയിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷത്തു നിന്നും LDFിന്റെയും UDFിന്റെയും ഭാഗത്തു നിന്നുള്ള അംഗങ്ങൾ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, കൗൺസിലിലെ അംഗബലം കൊണ്ടാണ് സുഗതന് ആശ്വാസകരമായ ഒരു നടപടി മേയർ വിശദീകരിച്ചത്, പ്രഖ്യാപിച്ചത്. അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അജണ്ടകൾ പാസ്സാക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ആ ഒരു ഘട്ടത്തിലും വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. എന്താണ് സംഭവിക്കുന്നത്? അജണ്ടകൾ ഓരോന്നായി പാസ്സാക്കി പോവുകയാണ്. പ്രതിപക്ഷ ബഹളം വകവയ്ക്കുന്നില്ല മേയർ. എന്തായാലും വലിയ പ്രതിഷേധം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഏറ്റവും നിർണായകമായ തീരുമാനം കൗൺസിൽ യോഗത്തിൽ ഉണ്ടാവുകയാണ്. സുഗതന്റെ അവധി അപേക്ഷ 6 മാസത്തെ നിങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ട മറുപടി പറഞ്ഞോട്ടെ. സംസ്ഥാന സർക്കാരിന് വാഴോട്ടുകോണം വാർഡ് കൗൺസിൽ സമർപ്പിച്ചിരുന്ന അപേക്ഷയിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ വാഴോട്ടുകോണം കൗൺസിലർക്ക് കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള അപേക്ഷ സമർപ്പിക്കാമെന്ന് ആഭ്യന്തര വകുപ്പ് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലറിന്റെ വെളിച്ചത്തിലും അതുപോലെ തന്നെ പൗണ്ടുകടോ വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ സുഗതന്റെ അപേക്ഷയെ പിന്തുണച്ചു. 51 പേർ പിന്തുണച്ച സാഹചര്യത്തിലും അദ്ദേഹത്തിന്റെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. കൗൺസിൽ യോഗം അവസാനിപ്പിച്ചിരിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും 1000 നന്ദി. അവധി അപേക്ഷയ്ക്ക് അംഗീകാരവും ഉണ്ടായിരിക്കുന്നു. സുധീഷിന്റെ പ്രതികരണമുണ്ട്. എന്തുകൊണ്ടാണ് BJP പിന്തുണയ്ക്കാനൊരു തീരുമാനം? ഞാൻ BJPക്ക് അല്ല പിന്തുണയ്ക്കുന്നത്. BJPയുടെ രാഷ്ട്രീയത്തിനോടോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയോടുള്ള കൂറ് വെച്ചിട്ടില്ല. ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എന്നോടൊപ്പം കൗൺസിലിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സുഗതൻ്റെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണ് നിൽക്കുന്നത്. ഞാൻ സുഗതന് വേണ്ടിയാണ് ഇവിടെ വാദിച്ചത്. സുഗതൻ ഒരു കാപ്പ കേസിലെ പ്രതിയാണ്. സുഗതൻ ഒരു കാപ്പ കേസിൽ പ്രതിയാണ്. അപ്പോൾ ചില പ്രതി അതെ 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 സുഗതന് എന്നോടൊപ്പം കൗൺസിലറുടെ അതെ അതെ ഇതിപ്പോൾ സുഗതൻ്റെ ഇതിന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. സുഗതന്റെ കാര്യമാണല്ലോ എനിക്കിപ്പോൾ ഇവിടെ പിന്തുണയ്ക്കേണ്ടി വന്നിട്ടിരിക്കുന്നത്. അതെ, അത് തന്നെയാണ്. അത് വരട്ടെ, നല്ലത് ചെയ്താൽ നല്ലതിനോടൊപ്പം. സുഗതൻ വ്യക്തിപരമായി പിന്തുണ അഭ്യർത്ഥിച്ചു. അതെ അതെ. എപ്പോഴാണ് അത്? സുഗതൻ എന്നെ മീറ്റ് ചെയ്തിട്ടുണ്ട്. സുഗതൻ്റെ വേണ്ടപ്പെട്ട സംസാരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ സുഗതന് പിന്തുണ നൽകും. കാര്യം എന്നോടൊപ്പം ഒരു കൗൺസിലർ പങ്കെടുത്ത ഒരാളാണ്. അതായത് ഒരു കേസിൻ്റെ പുറത്ത് പറഞ്ഞ് ഈ മാറ്റി നിർത്താൻ വേണ്ടിയില്ല, അദ്ദേഹത്തിന് അവസരം കൊടുക്കണമെന്നുള്ളതാണ്. അതെനിക്കറിയില്ല, അത് നിങ്ങൾ വിലയിരുത്തേണ്ടല്ലോ. കാര്യം ഞാൻ വോട്ടില്ലെങ്കിൽ അവർക്ക് 51 ഉണ്ടല്ലോ, 50 ഇല്ലല്ലോ, 50 ഉണ്ടല്ലോ, 50 ഉണ്ടല്ലോ, 50 തൊട്ടുണ്ടല്ലോ പിന്തുണ. കോൺഗ്രസിന്റെ ഏതാണ്? അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ ഏതാണ്ട് ഈ കൗൺസിലിൻ്റെ അസ്ഥിരപ്പെടുത്തുന്ന തുടങ്ങിയിട്ട് ഏതാണ്ട് 1 മാസമായി. ഈ കൗൺസിലിൻ്റെ പ്രവർത്തനത്തെ തന്നെ താളം തെറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ്. ഞാൻ പൊളിറ്റിക്സിൽ എനിക്ക് എന്തോ അതെ, കൗൺസിൽ നന്നായി നടക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതെ, കോൺഗ്രസ് പിന്തുണ തേടിയിരുന്നു, ഒപ്പം നിൽക്കണമെന്നെല്ലാം പറഞ്ഞിരുന്നു. അങ്ങനെ ഒന്നും ഒരു തീരുമാനമില്ല. എന്ത് എന്തോ ഒന്നാണ്? എങ്ങനെയാ? അങ്ങനെ ഒരു പിന്തുണയായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. സുഗതനല്ല,
സുഗതന്റെ ഫാമിലി ആയിട്ടാണ് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത്. അതെ അതെ ഇനി തുടർന്നുള്ള BJP ഇനി തുടർന്നുള്ള വിഷയങ്ങളിലും പിന്തുണ ഉണ്ടാവോ? കൗൺസിലിന് പിന്തുണ ഉണ്ടാവോ? തുടർന്നുള്ള വിഷയങ്ങളിലും BJPക്ക് പിന്തുണ ഉണ്ടാവും? BJP എന്നല്ല, ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ സുഗതന്റെ നിലപാട് എന്നോടാണ്. സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർ എന്നോടൊപ്പം ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹത്തിന് അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ ഈ എൻ്റെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയം നോക്കണ്ട. ഇല്ലില്ല സുഗത, ഇത് ഇലക്ഷൻ എൻ്റെ കൗൺസിൽ നന്നായി പോകണം. ഏതാണ്ട് ഒരു മാസം കൊണ്ട് ഇവിടെ കൗൺസിലിലെ കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതല്ല ആവശ്യം. നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ പറയും, തെറ്റ് ചെയ്താൽ ആവർത്തിക്കും, പ്രതികരിക്കും. അത്രയേ ഉള്ളൂ. കാപ്പ കേസിലെ പ്രതിയായ ഒരാൾ കൗൺസിലിൽ വന്നിരിക്കുന്ന അത്ര നല്ല കാര്യമാണോ? കാപ്പ കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാൾ കൗൺസിലിൽ വന്നിരിക്കുന്നതിനെ പൂർണ്ണമായും ന്യായീകരിക്കുന്നു. കാപ്പ കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാൾ, നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരിക്കുന്ന ഒരാൾ ഇവിടെ കൗൺസിലിൽ വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നതും അദ്ദേഹത്തിന്റെ നിയമ നടപടികളൊക്കെ പോകുന്ന കോടതി മുന്നോട്ടെടുക്കട്ടെ. അതെ അതെ, ഈ കാര്യത്തിന് കൗൺസിലിനൊപ്പമാണ്, ഈ കൗൺസിൽ നടക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിനൊപ്പം. അതെ അതെ, കൗൺസിലിൽ സുഗതന്റെ കേസിന് വേണ്ടിയാണ്. സുഗതൻ ഇന്ന് ലീവ് അപേക്ഷ ഇവിടെ കോടതി കോർപ്പറേഷൻ